ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീണ്ടും ഒരു സെമി ജൂട്ട് സിൽക്ക് സാരിയുടെ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന നമ്മൾ തന്നെ എനിക്ക് വന്ന സെമി ജൂട്ട് സിൽക്കിൽ 2-3 വെറൈറ്റീസ് ചെയ്യാറുണ്ട്, പല പ്രൈസ് റേഞ്ചിൽ വരുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പോലെ കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് വരുന്നതും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സെൽഫ് ബോർഡേഴ്സ് വരുന്നതും കാണിക്കുന്നുണ്ട്. സെൽഫിൽ നമുക്ക് ലിമിറ്റഡ് പീസസ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ ക്രിസ്മസിന് മുമ്പേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ട്. എന്തായാലും ഇന്നത്തേലും നമുക്ക് ഒരു സെൽഫും വരുന്നുണ്ട്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എന്തായാലും ക്രിസ്മസിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങൾക്ക് എനിക്കൊന്ന് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈം കൂടെ കിട്ടും. കാരണം വിത്തിൻ 3 days നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്ന രീതിക്ക് എക്സ്പ്രസ് ഡെലിവറി ആയിരിക്കും. നിങ്ങൾക്ക് DTDC ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ. DTDC ആണെങ്കിൽ കുറച്ചുകൂടി സ്പീഡായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റൽ സർവീസിലാണെങ്കിലും നമ്മൾ അയക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇന്ന് പർച്ചേസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ജൂട്ട് സിൽക്ക് സാരിയെ പറ്റി പിന്നെ ഞാൻ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതും കസ്റ്റമേഴ്സ് ഹിറ്റാക്കിയതായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റിയും ഒത്തിരി പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്കും ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നും അടിപൊളിയായിട്ടുള്ള കളക്ഷൻസും കളർ കോമ്പിനേഷൻസും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ജൂട്ട് സിൽക്ക് സാരിയുടെ വീഡിയോസൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ആ ഒരു തരുന്ന കമൻ്റ് ആണെങ്കിലും ഫീഡ്ബാക്ക് ആണെങ്കിലും നമ്മളെ പേഴ്സണലി വിളിച്ച് പറയുന്നതാണെങ്കിലും ഷോപ്പിൽ വരുമ്പോൾ പറയുന്നതാണെങ്കിലും ഒത്തിരി നമുക്ക് ഹാപ്പി ആവുന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയാറുള്ളത്. ഞാൻ അത്രമേ എനിക്കൊന്ന് ഒരു 100% കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതെന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ നിങ്ങൾ അയച്ചു തന്ന ഫോട്ടോസൊക്കെ മുഴുവനായിട്ട് എനിക്ക് ഇതിൽ വീഡിയോയിൽ കാണിക്കണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. അതപ്പോൾ നമ്മൾ അടുത്ത ദിവസം ക്രിസ്മസിനോടനുബന്ധിച്ചൊക്കെ നമ്മുടെ എന്താ പറയുക ഹാപ്പി കസ്റ്റമേഴ്സിൽ നിങ്ങളുടെ എല്ലാ ദിവസവും തന്നെ ഫോട്ടോസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് റാൻഡം പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ സാരീസ് ആ ഒരു ഗ്രീനും റെഡും കൂടെ കോമ്പിനേഷനിലേക്ക് ഇതുപോലെ എന്താ പറയുക യൂണിഫോം സാരീസായിട്ട് പർച്ചേസ് ചെയ്ത ടീച്ചേഴ്സാണെന്ന് തോന്നുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല. അപ്പോൾ നിങ്ങൾക്ക് യൂണിഫോം സാരീസായിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ സെൽഫ് യൂസിനാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് ഇതൊക്കെ. എല്ലാ കളേഴ്സും കളർ കോമ്പിനേഷൻസ് ഇതൊക്കെ ഉണ്ടാവും. നല്ല ബ്രൈറ്റ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ നല്ല ഭംഗി കിട്ടുന്ന സാരീസാണ് ഈ ഒരു സാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും ഈസിയാണ്. അപ്പം ഇത് നമ്മുടെ ഞാൻ കുറച്ച് റാൻഡം പിക്ചേഴ്സ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. എല്ലാ എന്താ പറയുക ഏജിലുള്ള കസ്റ്റമേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സാരി. ഇതൊക്കെ എനിക്കൊന്ന് കസിൻസ് ആണെന്ന് തോന്നുന്നു. പല കളേഴ്സ് എല്ലാവരും കൂടി എടുത്തതാണ്. എന്തോ ഫംഗ്ഷന് ഇതാണല്ലോ, അമ്മയും മക്കളും കൊച്ചുമക്കളും എന്ന് പറഞ്ഞ പോലെ എല്ലാ ഏജ് ഗ്രൂപ്പുകാരും യൂസ് ചെയ്തിട്ടുള്ളൊരു സാരി. അപ്പം ഇങ്ങനെ ഒത്തിരി ഫോട്ടോസ് നമ്മുടെ വരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഈ അടുത്തൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളവരൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഫോട്ടോസ് വെയർ ചെയ്തതിന് ശേഷം ഉള്ളതൊക്കെ അയച്ചു തരിക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ജൂട്ട് സിൽക്ക് സാരീസിൻ്റെ വീഡിയോ ചെയ്യുമ്പം അതിനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകാറുണ്ട്. അപ്പോൾ ഇന്നും ആ ഒരു നമ്മൾ ജൂട്ട് സിൽക്ക് സാരി ആയതുകൊണ്ട് തന്നെ നമ്മുടെ 3 കസ്റ്റമേഴ്സിന് ഈ ഒരു സാരി തന്നെ ഗിഫ്റ്റായിട്ട് നൽകുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അതൊക്കെ ചെയ്യുന്നവരിൽ നിന്നായിരിക്കും നമ്മൾ ആ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഗിവ് അവേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഗിവ് അവേ, അതായത് സെമി ജൂട്ട് സിൽക്ക് സാരീസിൽ നിന്ന് പർച്ചേസും കമൻറ്റും ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിന്നറെ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 3 കസ്റ്റമേഴ്സ് നമ്മുടെ ഈ ഒരു സാരി ഗിഫ്റ്റായിട്ട് നൽകുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു സെമി ജൂട്ട് സിൽക്ക് സാരി വിന്നേഴ്സിനാട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. 3 പേരെയാണ് നമ്മൾ വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വിന്നർ ആയിരിക്കുന്നത് റേച്ചൽ ഷിബു ആണ്. അപ്പോൾ കൺഗ്രാജുലേഷൻ റേച്ചൽ മാഡം. സെക്കൻഡ് വിന്നർ ആരാന്ന് നോക്കാം. ഇപ്രാവശ്യം അതുപോലെ തന്നെ കേട്ടോ 3 പേർക്ക് ഉണ്ടാവും കമൻറ്റ് പർച്ചേസ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ യൂട്യൂബിലും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ പേജസ് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യട്ടോ. സെക്കൻഡ് വിന്നർ ആയിരിക്കുന്നത് മീനു എല്ലാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻ മീനു മാഡം. അപ്പോൾ തേർഡ് വിന്നർ ആരാന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വിന്നേഴ്സിനൊക്കെ നമ്മുടെ സാരീസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, അതിന് കിട്ടിയിരുന്നു എന്നും പറഞ്ഞിട്ടുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോഴാണല്ലോ മറ്റുള്ളവർക്കും അതൊക്കെ പർച്ചേസ് ചെയ്യാനും അതുപോലെ വിന്നർ ആകാനുള്ള താല്പര്യമൊക്കെ വരിക. അപ്പോൾ തേർഡ് വിന്നർ ആയിരിക്കുന്ന ഹിത ബാബു ആണ്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്തവരാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തവരൊക്കെ ആയിരിക്കും. യൂട്യൂബിലാകുമ്പോഴേ കൂടുതൽ ഐഡിയ ആയിട്ട് വരാറ്. അപ്പം ഇന്നത്തേലും എല്ലാവരും പർച്ചേസും അതുപോലെ തന്നെ കമൻറ്റും ഒക്കെ ഇടുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് മസ്റ്റാർഡ് ഗ്രീൻ ആണ്. ഒരു മസ്റ്റാർഡ് മർഗൻ്റിയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ മസ്റ്റാർഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലേക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. സെമി ജൂട്ട് സിൽക്കാണ്. ഫാബ്രിക് വരിക കോൺട്രാസ്റ്റ് ഗ്രീൻ കളറിൽ ബനാറസി ബോർഡേഴ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല്ലി പോർഷൻ എപ്പോഴും കാണുന്ന പോലെ തന്നെ സ്ട്രൈപ്പ് പാറ്റേൺ ആയിരിക്കും. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ പ്ലെയിൻ ആയിട്ട് കോൺട്രാസ്റ്റ് ഗ്രീൻ കളറിൽ ബ്ലൗസ് പീസ് വരും. സ്ലീവ് എൻഡിലേക്ക് ബോർഡർ പോർഷൻ വരും. റേറ്റ് വരുന്നത് 1795. നമുക്കൊരു റയർ ആയിട്ടുള്ള ഷെയ്ഡാണ്, എപ്പോഴൊന്നും കിട്ടാറില്ലാത്തതാണ്. വൈൻ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു
സാരിയാണ്. പിങ്കിലായിരിക്കും ബ്ലൗസും അതുപോലെ തന്നെ നമ്മുടെ പല്ലു പോർഷനും വരിക. 1795 റേറ്റ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ റെയർ കളേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓൾമോസ്റ്റ് കളേഴ്സൊക്കെ ഇപ്രാവശ്യം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതുപോലെ ഗ്രീൻ വൈനും അതുപോലെ തന്നെ ഒരു ഗ്രീൻ്റെ കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രീനിൽ തന്നെയാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ബ്ലൗസ് പീസ് ആ ഒരു കോൺട്രാസ്റ്റ് കളറായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വരുന്ന പിങ്ക് ആൻഡ് മസ്റ്റാർഡ് കോമ്പിനേഷനാണ്. കൂടുതലായിട്ട് എപ്പോഴും നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ മസ്റ്റാർഡ് ബോഡി പോർഷനിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു സാരിയിൽ മസ്റ്റാർഡ് നമുക്ക് ബോർഡർ പോർഷനിലേക്കാണ് വരുന്നത്. പിങ്കാണ് ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത്. ഇനി അതുപോലെ നമ്മൾ ചർച്ച് വെയർ ക്രിസ്മസ് ഒക്കേഷനൊക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അതും ബേജും അതുപോലെ തന്നെ ഒരു പർപ്പിൾ ടച്ച് വരുന്ന ഒരു പർപ്പിൾ കോമ്പിനേഷനാണ്. ഇതും അതുപോലെ ഒരു റയർ കോമ്പിനേഷൻ. ബേജിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ കാണാറ് റെഡ് അല്ലെങ്കിൽ മെറൂണ് ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത്. ഈ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ സൂപ്പറായിരിക്കും. ഇനി കാണിക്കുന്നത് എനിക്കൊന്ന് സെൽഫ് വരുന്നതാണ്. ഫസ്റ്റ് വൺ ബ്ലാക്ക് ലവേഴ്സ് എന്നുള്ള കേട്ടോ. ബ്ലാക്കിൽ ഈ ഒരു ആൻറ്റി കളറിൽ ബനാറസിയുടെയൊക്കെ ബോർഡേഴ്സും ആ ഒരു സ്ട്രൈപ്പ് പാറ്റേണും ബ്ലൗസ് പീസും ഒക്കെ വരുന്നത് റിച്ച് ലുക്ക് തന്നെയാണ്. അടിപൊളിയായിട്ടുള്ളൊരു ബ്ലാക്ക് കളർ സാരി. ഇതെല്ലാം 1795 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് നോക്കി ഒരു വയലറ്റ് ടോൺ ആട്ടോ. അത് നല്ല ഭംഗിയാണ്. ഇത് നല്ല ഇതായിരിക്കും നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് സാരി ഉടുക്കാൻ പഠിക്കുന്നവർക്ക് പോലും തന്നെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. അത്രയ്ക്ക് കംഫർട്ടബിൾ. ഇപ്പം ഞാൻ എപ്പോഴും പ്ലീറ്റ്സ് ചെയ്താണ് ഈ ഒരു ബോർഡറൊക്കെ വരുന്നതുകൊണ്ട് പ്ലീറ്റ്സ് ചെയ്ത് കൊടുക്കാനാണ് എനിക്കിഷ്ടം. ഈ വള്ളയറാണെങ്കിൽ അങ്ങനെ നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സാരി കേട്ടോ. 1795 പ്രൈസിലേക്ക് വരും. വീണ്ടും ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ഇതും ആ ഒരു മസ്റ്റാർഡ് ആൻഡ് ബർഗൻഡി കളർ കോമ്പിനേഷനിലേക്ക് വരുന്നതാണ്. സെയിം പാറ്റേൺ ആയിട്ട് അതുപോലെ സ്ട്രൈപ്പ് പാറ്റേൺ ആയിരിക്കും. പല്ലു ബോർഡേഴ്സും സെയിം കളർ വരും. ബ്ലൗസ് പീസും ആ ഒരു കോൺട്രാസ്റ്റിലേക്കാണ് വരുന്നത്. ഈ ഒരു കളറാണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രീനിലേക്ക് ബർഗൻഡിയുടെ കോമ്പിനേഷൻ. ഇതൊക്കെ സെമി ജൂട്ട് സിൽക്ക് എല്ലാം ഫാബ്രിക് അത് തന്നെയാണ്. ആ ഒരു കളർ കോമ്പിനേഷൻസ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്ന ഫസ്റ്റ് ടൈം ഒക്കെ ആയിരുന്നു ഈ ഒരു കളർ കോമ്പിനേഷൻ വന്നത്. ഹൈ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡാട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് റെയർ കളർ കോമ്പിനേഷൻസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഈ ഒരു ബ്ലൂ പ്ലസ് വയലറ്റിൻ്റെ ഒരു ടോൺ ആട്ടോ വന്നിരിക്കുന്നത്. അതിലേക്ക് പിങ്ക് കോമ്പിനേഷൻ വന്നപ്പോൾ സൂപ്പർ ലുക്ക് ആട്ടോ. അപ്പം മറ്റേ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു റെയർ കളർ ചാർട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളെപ്പോഴും കാണുന്ന കളർ കോമ്പിനേഷനിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആകുമ്പോഴും സൂപ്പർ ലുക്ക് തന്നെയാണ്. അപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ബ്ലാക്കിലേക്ക് ഒരു ഡാർക്ക് വൈൻ ടോൺ പിങ്ക് പ്ലസ് വൈൻ്റെ കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഏത് കളറാണ് ബ്യൂട്ടിഫുൾ അല്ല കളർ കോമ്പിനേഷനാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അടുത്ത് വരുന്നത് ചിക്കു ആൻഡ് ബർഗൻഡി കളർ കോമ്പിനേഷനിലേക്കാണ് ലുക്ക് വരുന്നത് പോലെ. ഇതെല്ലാം 1795 പ്രൈസ് വരുന്നതാണ്. ബോർഡറിൻ്റെയും ബലൂണിൻ്റെയും ഒക്കെ സെയിം കളറായിരിക്കും നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത്. പിന്നെ നേവി ബ്ലൂവിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ബ്ലൂ പിങ്ക് എപ്പോഴും നല്ലൊരു കൂട്ടുകാരാണ്, നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ അതിലേക്കാണ് ഈ ഒരു സെമി ജൂട്ട് സിൽക്ക് സാരിയും വന്നിരിക്കുന്നത്. 1795 പ്രൈസിലേക്ക് വരും. അപ്പോൾ ഇതിലേതിലേക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. സ്പെഷ്യൽ ഗീവ് അവേ ഉണ്ട്, ക്രിസ്മസ് ഗീവ് അവേ ഉണ്ട്. എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക്